നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സർ, പേരാമ്പ്രയിലുണ്ടായ ഒരു വലിയ പ്രതിഷേധം, ഷാഫിക്ക് നേരെയുണ്ടായ ആക്രമണം, പലവിധ കിംവദന്തികളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആദ്യം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായില്ല, ഷാഫി കാണിച്ച ഒരു കോമഡിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിൽ വരുന്നു. പിന്നീടത് കറക്റ്റാണ് എന്നുള്ള തരത്തിൽ പ്രചരിക്കുന്നു. കൃത്യമായിട്ട് അടി കൊണ്ടതായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ വരുന്നു. ഇപ്പോൾ നിലവിലുള്ളത് അത് ഏത് പോലീസുകാരൻ എന്നുള്ള തരത്തിലാണ്. ശരിക്കും അതാരായിരിക്കും? അത് എന്തുകൊണ്ട് പോലീസിന് ഇതുവരെ കണ്ടെത്താനാകുന്നില്ല? ഇത്രയും ദിവസമായി എത്രയും വേഗം കണ്ടെത്തേണ്ടുന്ന ഒരു കാര്യം എന്തുകൊണ്ട് ഇത്രയും നീട്ടുന്നു? വല്ലാത്തൊരവസ്ഥയിലേക്കാണ് ഷാഫിയെ മർദ്ദിച്ച സംഭവം ഇപ്പോൾ കടന്നിരിക്കുന്നത്. കാരണം കോഴിക്കോട് ജില്ലാ റൂറൽ SP KE ബൈജു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു, പോലീസ് ഔദ്യോഗികമായ ഒരു ലാത്തി ചാർജിനുള്ള യാതൊരു നിർദ്ദേശവും അവിടെ നൽകിയില്ല. ഷാഫി പക്ഷെ മർദ്ദിക്കപ്പെട്ടു. അത് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ പിൻനിരയിൽ നിന്ന് മുന്നോട്ടാഞ്ഞ് ഷാഫി അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഇത് ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടാണ്, റൂറൽ SP ആണ് ഇത്തരമൊരു കാര്യം സ്ഥിരീകരിക്കുന്നത്. ഇതോടെ CPM ആട്ടപടലം വെട്ടിലായി. കാരണം ഇനി അവർക്ക് യാതൊരുവിധ ക്യാപ്സ്യൂളുകളും ബാക്കി നിൽക്കുന്നില്ല. ഷാഫി പറമ്പിലിനെ ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി മർദ്ദിച്ചു, ആക്രമിച്ചു എന്ന് ഒരു റൂറൽ SP പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. ഇവിടെ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഷാഫി പറമ്പിൽ പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് പാർലമെൻറ്റ് സ്പീക്കറിന് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. താൻ അതിക്രൂരമായി തൻ്റെ മണ്ഡലത്തിലെ ഒരു പ്രതിഷേധ പരിപാടിയിൽ വെച്ച് ആക്രമിക്കപ്പെട്ടു. യൂണിഫോം ഇട്ട പോലീസുകാരനാണ് തന്നെ ആക്രമിച്ചത്. 2 DYSPമാർ അവിടെയുണ്ട്. 2 DYSPമാർക്കെതിരെയും തന്നെ ആക്രമിച്ച പോലീസുകാരനെതിരെയും നടപടി സ്വീകരിക്കണമെന്നാണ് സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് പാർലമെൻറ്റിൻ്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് വിടും. പാർലമെൻറ്റ് അംഗങ്ങൾക്ക് ചില സുരക്ഷാ പ്രോട്ടോക്കോളുകളുണ്ട്. അവരുടെ മണ്ഡലത്തിൽ അവർക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലീസ് അവർക്ക് സംരക്ഷണം ഒരുക്കണം. ഇവിടെ മർദ്ദിക്കപ്പെട്ടത് ഒരു പാർലമെൻറ്റ് അംഗമാണ്, മർദ്ദിച്ചത് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനാണ്. ഇപ്പോഴിത് പോലീസ് സേനയിൽ വലിയ പൊട്ടിത്തെറികൾ. കാരണം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു വരുത്തി ചോദ്യം ചെയ്യലിൽ ഇവർ തെറ്റുകാരാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഡൽഹിയിൽ വെച്ച് തന്നെ കേസെടുക്കാൻ പറ്റും, തീഹാർ ജയിലിൽ അടയ്ക്കാൻ പറ്റും. ശക്തമായ നിയമ സംവിധാനം നിലവിലുണ്ട്. പോലീസിൽ തീ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് റൂറൽ SP എല്ലാവരെയും കൈയൊഴിഞ്ഞത്. വെടികൊണ്ടതുപോലെ 2 DYSPമാർ തെക്ക് വടക്കോടുകയാണ്. പക്ഷെ അവിടെ ഉയർന്നു വരുന്നൊരു പ്രശ്നം, ആരാണ് ഷാഫിയെ മർദ്ദിച്ചത്? ഷാഫിയെ മർദ്ദിച്ചത് ഒരു പോലീസുകാരനാണെങ്കിൽ ഒരു SP 2 DYSPമാർ പരിശോധിച്ചാൽ നിമിഷങ്ങൾക്കകം ഞാൻ ഇവിടെ നിന്നു, നീ അവിടെ നിന്നു, ഇന്നയാളാണ് ഷാഫിയെ മർദ്ദിച്ചത്, പോലീസ് എനിക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ മറ്റൊരു വാദം ഇപ്പോൾ ഉയർന്നു വരുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കിളുകളിൽ നിന്നുള്ള വാദമാണ്. ഇടയ്ക്കൊരു പോലീസുകാരൻ്റെ ഫോട്ടോ ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഒരു പോലീസുകാരൻ്റെ ഭാര്യയുടെയും അടക്കം ഇയാളാണ് ഷാഫിയെ മർദ്ദിച്ചത്. പക്ഷേ അയാളല്ല എന്ന മറുവാദവുമുണ്ട്. ഇവിടെ ഒരു വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പോലീസ് യൂണിഫോമിലെത്തിയ ഏതോ ഒരു കൊടും ഗുണ്ടയാണ് ഷാഫിയെ മർദ്ദിച്ചത്. ഇതിന് പിന്നിൽ വ്യക്തമായൊരു പ്ലോട്ടുണ്ടായിരുന്നു. ഷാഫി ആക്രമിച്ച് പോലീസ് യൂണിഫോമിൽ ആക്രമിച്ച് കൊലപ്പെടുത്താനായിരുന്നു പദ്ധതി. അപ്പോൾ സംഘർഷത്തിനിടയിൽ ഷാഫി കൊല്ലപ്പെട്ടാൽ അതിൽ നിന്ന് പലർക്കും കൈകഴുകാം. അപ്പോൾ വലിയ നടുക്കുന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇത് പോലീസ് സേനയിൽ ഉണ്ടാക്കിയ ഒരു അമ്പരപ്പും ഒരു ആദിയും ചില്ലറയല്ല. DGP അടക്കമുള്ളവർ ഈ പ്രശ്നത്തിൽ ഇടപെട്ടു. കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കേരളത്തിന് DGPക്ക് ഒരു പരാതി നേരത്തെ കൈമാറിയിരുന്നു. അവരതിൻ്റെ തുടർ നടപടികൾ എന്തായി എന്ന് ചോദിച്ച റിമൈൻഡറും ഇപ്പോൾ കൈമാറി. ആദ്യഘട്ടത്തിൽ ഷാഫിയെ പരിഹസിച്ച് ഷാഫിയെ വല്ലാത്ത രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വികലമാക്കി അവതരിപ്പിച്ച് കുറേയേറെ സൈബർ സഖാക്കൾ രംഗത്തെത്തിയിരുന്നു. അവിടെ ചുവന്ന മഷിക്കുപ്പിയുടെ കഥ നമ്മൾ കേട്ടു. തോർത്തിലേക്ക് മഷിക്കുപ്പി ഒഴിച്ച് മൂക്കിലേക്ക് പൊത്തിപ്പിടിച്ചെന്നും ആശുപത്രിയിൽ പോയി സർജറിക്ക് കിടന്നപ്പോൾ മീശ പഠിച്ചില്ലെന്നും എന്തൊക്കെയായിരുന്നു കഥകൾ. ഷാഫിയെ ഷാഫി എന്നാണ് പരിഹസിച്ചത്. എന്നാൽ അവിടെ നിന്ന് വല്ലാത്ത ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇവിടെ 1-2 വസ്തുതകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. ഒന്ന്, മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടന്ന ഷാഫി പറമ്പിലിനെ റൂറൽ SP KE ബൈജു നേരിട്ട് ഫോൺ വിളിച്ചു. സംഭവം ദൗർഭാഗ്യകരമായി പോയി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇതേ SP മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോയി അവിടെ ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ പോലീസ് മർദ്ദനത്തിലല്ല, സ്വയം
ഉരുണ്ട് വീട് ഷാഫിക്ക് പരിക്കേറ്റു എന്ന തലത്തിലാണ് ആദ്യം ഈ റൂറൽ എസ് പി പ്രതികരിച്ചത്. ആ റൂറൽ എസ് പി അന്ന് എയറിലാക്കി രാഹുൽ മാങ്കൂട്ടം അവതരിച്ചിരുന്നു. ആശുപത്രിയിൽ ഷാഫിയെ സന്ദർശിച്ചതിന് ശേഷം രാഹുൽ ചിലതൊക്കെ വിളിച്ചു പറഞ്ഞു. ഒരു ക്രിമിനൽ എസ് പി ആണിത്, പാർട്ടി ക്രിമിനലാണ് ഈ എസ് പി. ഒരു കൺഫേർഡ് IPS എന്ന നിലയിൽ പാർട്ടിയോട് തൻ്റെ വിധേയത്വം കൂറ് പ്രകടിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതിശക്തമായ നിശ്ചിതമായ ഭാഷയിൽ വിമർശിച്ചു. പിന്നീട് 2 DYSPമാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പ്രതികരണവുമായി രംഗത്തെത്തിയത്. അവിടെ പ്രതിഷേധ റാലിക്കെത്തിയ KC വേണുഗോപാൽ റൂറൽ SP KE ബൈജു 6 മാസം കഴിഞ്ഞാൽ ഞങ്ങളുമായി ഒന്ന് നേരിട്ട് കാണുമെന്ന് വെല്ലുവിളിച്ചു. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉദ്ദേശിച്ചാണ് KC അത്തരമൊരു പ്രസ്താവന നടത്തിയത്. 2 DYSPമാർക്ക് ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഷാഫി ആക്രമിച്ച ആ പോലീസുകാരൻ ഏതെങ്കിലും തലത്തിൽ പുറം ലോകത്തേക്ക് അദ്ദേഹത്തിൻ്റെ മുഖം മൂടി മാറി പുറത്തിറങ്ങിയാൽ കോൺഗ്രസ് അങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്ര രോഷാകുലരാണ്. കോഴിക്കോട് ജില്ലയിൽ വലിയ പ്രതിഷേധങ്ങളാണ്. ഷാഫിയെ ആക്രമിച്ചില്ലാതാക്കാൻ ശ്രമിച്ച CPMന് അടപടലം തെറ്റുപറ്റി ഷാഫി വീണ്ടും വലിയ ഹീറോ ആയിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്ന ഈ ചിത്രത്തിൻ്റെ മറുവശം. പക്ഷേ ഷാഫി ആക്രമിച്ച കൊടും ഗുണ്ടയാര്? അത് പാർട്ടി പോലീസ് വേഷമിട്ട് വിട്ട ഒരു ക്രിമിനലാണോ? അതോ ഏതെങ്കിലും ജയിലുകളിൽ നിന്ന് തൽക്കാലത്തേക്കൊന്ന് പുറത്തിറക്കി കൊണ്ടുവന്ന് ഈ ആക്രമണം നടത്തി തിരികെ ഏതെങ്കിലും ജയിലിലേക്ക് ആ ക്രിമിനൽ ഇപ്പോൾ പ്രവേശിച്ചിട്ടുണ്ടോ? ഇനി പോലീസ് സേനയിലെ ഏതെങ്കിലും പാർട്ടി ഫ്രാക്ഷനിലുള്ള ചാവേറിനെ അതിനുവേണ്ടി ഉപയോഗിച്ചതാണോ? വലിയ സംശയങ്ങളാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ഇത് ഇത്രയും ദിവസമായിട്ടും തൊട്ടടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് പോലും പറയാൻ പറ്റാത്ത പോലീസ് സേനയാണോ? കാരണം ആരെയൊക്കെ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കൃത്യമായിട്ട് വിവരം അവർക്കറിയാം. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതറിയാം. ഒരു പക്ഷേ അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന 2 പോലീസുകാരുടെ ഇടയിലേക്ക് വന്ന് പിന്നീട് ബാക്കിലോട്ടാവുന്ന ഈ പോലീസുകാരനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് കൃത്യമായിട്ടറിയാം. ഇനി അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ അതും പറയാം. ഇത് ഒരു പക്ഷേ അത് പോലീസ് സേനയ്ക്ക് തന്നെ ഒരു തെറ്റായ രീതി അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് അടിക്കുമെന്നുള്ള തരത്തിൽ ഇനി കൃത്രിമമായി ഇത്തരത്തിൽ വന്ന ഒരു ഗുണ്ടയാണോ എന്നുള്ള തരത്തിൽ അവർ മറച്ചു വെക്കുന്നതാണോ? അങ്ങനെ സ്വന്തം സഹപ്രവർത്തകനെ രക്ഷിക്കുന്നതാവുമോ? അല്ല, ഇതിൽ ഏറ്റവും ഭയക്കേണ്ടത് ഏതെങ്കിലും ജയിലുകളിൽ നിന്ന് പുറത്തിറക്കിയ ഒരു കൊടും കുറ്റവാളിയെ പോലീസ് യൂണിഫോം കൊടുത്ത് ഷാഫി ആക്രമിക്കാനായി അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചതാണോ? ആ ഒരു സംശയമാണ് ഇപ്പോൾ സമൂഹത്തിൽ ഏറ്റവും ശക്തമായി ഉയർന്നു വരുന്നത്. മറുവശത്ത് പാർട്ടി ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട പോലീസ് സേനയിലെ ഏതെങ്കിലും ഒരു പോലീസുകാരന് ഇത്തരമൊരു ഉദ്യമം നൽകിയതാണ്. രണ്ടായാലും ആ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് പാർട്ടിയായിരിക്കും. കാരണം പാർട്ടി അനുമതിയോടെ, പാർട്ടിയുടെ അനുവാദമില്ലാതെ ഇത്തരമൊരു ആക്രമണം ഒരിക്കലും നടക്കില്ല. ഇവിടെ വെട്ടിലായിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരാണ്. ഇതിനെല്ലാം എണ്ണി ഉത്തരം പറയേണ്ടി വരും. മാത്രമല്ല, ഇന്നലെ ആ ഒരു പ്രതിഷേധത്തിന്റെ ഇടയിൽ ഇത്തരത്തിലൊരു കുപ്പി ബോംബ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഇത്തരത്തിൽ വലിച്ചെറിഞ്ഞു എന്നും അവിടെ ഒരു വലിയ ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറയുന്നു. അതെ, ഇത് ഒരു പക്ഷേ കോൺഗ്രസ് പ്രതിഷേധം, കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നുമാണ് ഇത് വലിച്ചെറിഞ്ഞത് എന്ന് വരുന്നത്. പക്ഷെ കോൺഗ്രസ് പറയുന്നത് ഇതല്ല, പോലീസുകാരുടെ ഇടയിൽ. ഇനിയിപ്പോൾ ഈ ഒരു പക്ഷേ ഈ പ്രതിഷേധക്കാരെയും പോലീസിനെയും പറ്റിച്ചുകൊണ്ട് മൂന്നാമത് മറ്റ് കുറച്ച് പേർ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് CPM പ്രവർത്തകരുണ്ടായിരുന്നു. അതിനപ്പുറം മറ്റാരെങ്കിലും പ്ലാൻഡായിട്ട് നേരത്തെ നിന്നിരുന്നു? അല്ല, ഈ പ്ലോട്ടിന് കൂടുതൽ തെളിച്ചം വരുന്നു ഇപ്പോൾ. കാരണം ഷാഫി പറമ്പിൽ ആക്രമിക്കപ്പെട്ടു എന്നത് നമ്മുടെ കൺമുന്നിൽ കണ്ട ദൃശ്യങ്ങളിലുണ്ട്, അതിക്രൂരമായി. പിന്നീട് പോലീസ് തന്നെയാണ് സ്ഫോടക വസ്തു എറിഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ സ്ഫോടക വസ്തു എറിഞ്ഞ് സ്ഫോടകാത്മകമായ ഒരു അന്തരീക്ഷം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടാലും ഒരു പോലീസുകാരൻ ഒരിക്കലും ഷാഫിക്ക് നേരെ ഉന്നം വെച്ച് ആക്രമിക്കില്ല. അപ്പോൾ ഇത് കരുതിക്കൂട്ടി ആരോ പ്രതിഷേധ സമരക്കാർക്കിടയിൽ നുഴഞ്ഞു കയറി സ്ഫോടക വസ്തു പോലീസിന് നേർക്കെറിയുകയും ഈ അവസരം നോക്കി ഷാഫിയെ ആഞ്ഞടിക്കുകയും ചെയ്തുവെന്ന് ആ പ്ലോട്ട് കൃത്യതയോടെ ഇപ്പോൾ തെളിഞ്ഞു വരുന്നു. അപ്പോൾ ഷാഫിയെ ആക്രമിച്ചത് പെയ്ഡ് ഗുണ്ടകളാണ് എന്നതിൽ സംശയമില്ല. അത് പോലീസുകാരനാണോ പുറത്തു നിന്നുള്ള ക്രിമിനലാണ്, അത് മാത്രമേ ഉള്ളൂ നമുക്കിനി അറിയാൻ. അവിടെയാണ് കോൺഗ്രസിൽ കാണുന്ന ഇപ്പോഴത്തെ ഒരു ഉണർവ്. കോൺഗ്രസ് പ്രവർത്തകർ രോഷാകുലരായി നിൽക്കുകയാണ്. പല സ്ഥലങ്ങളിലും പ്രതിഷേധ റാലികൾ. കോൺഗ്രസ് നേതാക്കളുടെ ഭാഷ ഇപ്പോൾ പഴയത് പോലെയല്ല. അവർ ഗ്രൂപ്പ് വൈര്യം മറന്ന് അതിശക്തമായി പ്രതികരിക്കുന്നു. പല ഇടങ്ങളിലും കോൺഗ്രസിൻ്റെ ഇടപെടലുകൾ. കോൺഗ്രസ് ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ഊർജം സമ്മാനിച്ചു ഷാഫിയുടെ ചോരയിലൂടെ. ഷാഫിയുടെ ചോര
വെറുതെ ആകില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അത് തന്നെയാണ്. മാത്രമല്ല സർ, ഇതിലൊരു വലിയൊരു സന്തോഷമുള്ള കാര്യം എന്ന് പറയുന്നത്, ഷാഫി വീഴുകയും മണിക്കൂറുകൾ ഇടയിൽ ഒരു പക്ഷേ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളൊന്നും വലിയ ഒരു മാധ്യമപ്രവർത്തകരെ കാണാനൊന്നും നിന്നില്ല. പക്ഷേ ആദ്യമായി വളരെ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ച രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു. കൃത്യമായി ആ റൂറൽ SP നോട്ടം ഇട്ടുകൊണ്ട് നന്നായിട്ട് പ്രതികരിച്ചതിന് ശേഷമാണ് പിന്നീട് SP വന്ന് തിരുത്തി ഇത്തരത്തിൽ പറയുകയും പിന്നീടാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇത് കൃത്യമായിട്ടുള്ള എന്തോ ഒരു ഗൂഢാലോചനയാണെന്നുള്ള രീതിയിൽ പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് എന്തും വരട്ടെ എന്നെ കൊന്നു എന്നുള്ള തരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഒരു ചിത്രമുണ്ട്. ഒപ്പം മുസ്ലിം ലീഗ് യൂത്ത് കോൺഗ്രസ് ആണ് ഒരു കവചമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നു. പോലീസുകാരുണ്ടായിരുന്നെങ്കിൽ പോലും പ്രതിഷേധക്കാരെ പിടിച്ചു മാറ്റുവാനോ രാഹുലിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുവാനോ അവർ തുനിയുന്നില്ല എന്നുള്ള ചിത്രം. അപ്പോൾ പൊതുവെ പോലീസ്, അതായത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് കോൺഗ്രസിനെ പലപ്പോഴും തഴയുന്നതായിട്ടും അവിടുത്തെ നേതാക്കന്മാർക്ക് എന്തും വരട്ട്, കിട്ടേണ്ടെന്ന് കിട്ടട്ട് എന്നുള്ള തരത്തിൽ മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് നോക്കുന്നുണ്ട്. കാരണം പാലക്കാട്ടെ MLA കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇതിന് പച്ചയ്ക്ക് നമ്മൾ തുറന്നു പറഞ്ഞാൽ ഇതിന് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം മനസ്സിലാക്കണം. ഷാഫി പറമ്പിലും രാഹുലുമൊക്കെ KC വേണുഗോപാലിൻ്റെ ഏറ്റവും വിശ്വസ്തരായ ഗ്രൂപ്പ് പോരാളികളാണ്. ഇതിനെ തുടർന്നായിരുന്നു ഇടയ്ക്ക് VD സതീശനെതിരെ വിമർശനങ്ങൾ ഉയർന്നത്, രമേശിനെതിരെ വിമർശനങ്ങൾ ഉയർന്നത്. ഇവിടെ ഷാഫി ആക്രമിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ KC വേണുഗോപാൽ കളം നിറഞ്ഞു. KC പെട്ടെന്ന് വടക്കൻ മലബാറിലേക്ക് എത്തി ആ പ്രതിഷേധ സമരങ്ങളുടെ നായകത്വം അങ്ങ് സ്വയം ഏറ്റെടുത്തു. രൂക്ഷമായ വാക്കുകൾ. ഒപ്പം രാഹുലും. അപ്പോൾ പാർട്ടിയിൽ പൊരുതാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ട് എന്ന് KC ഗ്രൂപ്പ് കൃത്യമായി അവിടെ തെളിയിച്ചു. എന്നാൽ അവിടെ മറ്റൊരു വലിയ പ്രത്യേകത കണ്ടു. കാരണം ഷാഫിക്കെതിരെയുള്ള ഈ ആക്രമണം വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ഹൃദയം നോവിച്ചു. അതുകൊണ്ട് തന്നെ അവസരം ഉപയോഗിച്ച് ശക്തമായ തലത്തിൽ പ്രതികരണങ്ങൾ നടത്താൻ VDയും രമേശുമൊക്കെ നിർബന്ധിതരായി. അവർ ഒരു പടി കൂടി കടന്ന് അവരുടെ ജോലി ആത്മാർത്ഥമായി അവർ നിർവഹിച്ചു. ഇതോടെ കോൺഗ്രസിൻ്റെ ഒരു ഗ്രൂപ്പ് ചട്ടക്കൂടുകൾ അങ്ങ് പൊളിഞ്ഞു. പെട്ടെന്ന് ഷാഫിയുടെ പേരിൽ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളൊരു ഫീല്, പൊതുവികാരം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലേക്ക് ഒരു മിന്നൽ പോലെ അങ്ങ് പ്രവഹിച്ചു. അതിൻ്റെ പ്രതിഫലനമാണ് ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് വിശ്വാസ സമരത്തിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ശബരിമല കൊള്ളയുടെ പേരിൽ കോൺഗ്രസ് ജില്ലാ ആസ്ഥാനങ്ങളിൽ നടത്തിയ ആ ഒരു സമരം ഇപ്പോൾ മേഖലാ ജാഥകൾ ആരംഭിച്ചിരിക്കുന്നു. അപ്പോൾ ജാഥകളിലൊക്കെ വലിയ ജനപങ്കാളിത്തമാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഒഴുകിയെത്തുകയാണ്. കാരണം അവർക്കിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വിഷയം, ആളിക്കത്തുന്ന വിഷയം കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഒരു വശത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള, മറുവശത്ത് തങ്ങളുടെ ഏറ്റവും വലിയ പോരാളിയെ അടിച്ചു വീഴ്ത്തിയ ക്രിമിനലിസം. അതുകൊണ്ട് തന്നെ പ്രതികരണത്തിനും വളരെ ഷാർപ്പ്നെസ് കൂടി. ഇവിടെയാണ് CPM പൂർണ്ണമായും വെട്ടിലായത്. ഇത് കോൺഗ്രസിന് ഊർജ്ജമാവുകയായത്. ഷാഫി പറമ്പലിനെ അടിച്ചു വീഴിച്ച് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച CPMന് ഇത് തിരിച്ചുകൊണ്ടു. കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശമായി, അവർ രോക്ഷാകുലരായി. സാധാരണ പ്രതികരണങ്ങളിൽ നിന്ന് വ്യത്യസ്തം ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കളുടെ നാവുകൾ ഉയരുന്നത് തന്നെ അതുകൊണ്ടാണ്. അവർക്ക് കാര്യം മനസ്സിലായി. ഇനിയും ചടച്ചിരുന്നാൽ ഒരുപക്ഷെ ഇവിടെ ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. കിട്ടിയ സുവർണാവസരം ഫലപ്രദമായി ഉപയോഗിക്കുക. ഇത്തരം ചില സന്ദേശങ്ങൾ അവരുടെ ഉള്ളിലെത്തി. പിന്നെ ചില പരമാർത്ഥങ്ങളുണ്ട് നമ്മൾ വടക്കൻ മലബാറിൻ്റെ രാഷ്ട്രീയത്തിൽ. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലിരുമ്പോൾ അവർക്ക് മുസ്ലിം സമുദായത്തിന് വലിയ പിന്തുണ കിട്ടി. ഷാഫി പറമ്പിൽ മതേതര നിറമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ വടക്കൻ മലബാറിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്, പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കൾക്ക് കവചമൊരുക്കുന്നത് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട യൂത്ത് വിഭാഗമാണ്. അവരെവിടെയെങ്കിലും 100% തികച്ച് ആത്മാർത്ഥമായി ഇടപെട്ടാൽ കട്ടയ്ക്ക് നിൽക്കും. അപ്പോൾ ഷാഫിക്ക് ചുറ്റും കവചമൊരുക്കി ഈ ഒരു മുസ്ലിം സമുദായത്തിൻ്റെ യുവ വിഭാഗം ഒത്തുചേർന്ന് നിൽക്കുന്നത് കോൺഗ്രസിനൊരു പുതിയ ഉണർവ് പകരുന്നു. അത് DYFI ഒക്കെ തെറിച്ചു പോകും. കാരണം ആ വടക്കൻ മലബാറിൻ്റെ ഒരു വികാരം അങ്ങനെയാണ്. അവരൊരു വലിയ ശക്തിയാണ് എന്ന് മാത്രമല്ല, അവരൊരു ആത്മാർത്ഥമായി ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചാൽ അതിൽ അറ്റ കൈ നിൽക്കും. അപ്പോൾ ഷാഫി പുറത്തേക്ക് ഇറങ്ങിയാൽ നൊടിയിടയ്ക്കുള്ളിൽ ഓടിക്കൂടുന്ന ആളുകളുടെ ഒരു ശരീരഭാഷ ശ്രദ്ധിച്ചാൽ ആത്മാർത്ഥത നമുക്ക് കാണാം. അവിടെ നമുക്ക് മതം എന്നുള്ള ഒരു ചട്ടക്കൂടിലേക്ക് അതിനെ ലിമിറ്റ് ചെയ്യേണ്ടതില്ല. കാരണം മതേതരത്വം എന്ന് പറയുന്ന ഒരു വലിയ മൂല്യത്തിൽ തന്നെയാണ് ഷാഫി എക്കാലത്തും ജീവിച്ചത്. ഷാഫി പലപ്പോഴും മതത്തിൻ്റെ ഒരു സങ്കുചിത ബോക്സിനുള്ളിലേക്ക് തള്ളിക്കയറ്റാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ്, വടകര ഇലക്ഷനിലൊക്കെ കണ്ടതാണ്. പക്ഷെ അപ്പോഴും
ഷാഫി ഒരു മതേതര മുഖം തന്നെ നിലനിർത്തുന്നു. അതുതന്നെയാണല്ലോ KCയും ഷാഫിയും രാഹുലും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിൻ്റെ അടിത്തറയും. ചുരുക്കത്തിൽ വടക്കൻ മലബാറിൽ ഇപ്പോൾ കാണുന്ന ഈ ഒഴുക്ക്, ഈ ഓളം, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒരു റിഫ്ലക്സ് പോലെ ബാധിക്കും. പ്രത്യേകിച്ച് ഇത് നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സ്വാധീനം അറിയാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഇഫക്റ്റ് നമുക്കറിയാം. കോഴിക്കോട് എന്ന് പറയുന്നത് ഒരു മധ്യഭാഗമാണ് മലബാറിൻ്റെ. നമ്മൾ ആ ഒരു രണ്ട് വശം, കേരളത്തിൻ്റെ രണ്ട് വശം എടുക്കുമ്പോൾ തൃശ്ശൂർ മധ്യഭാഗം എന്ന് പറയാമെങ്കിലും കോഴിക്കോടിനപ്പുറത്തേക്ക് കണ്ണൂർ, കാസർഗോഡ് അങ്ങ് നിൽക്കുകയാണ്. ഇപ്പുറത്ത് കോഴിക്കോടിനിപ്പുറത്ത് മലപ്പുറം. അപ്പോൾ കോഴിക്കോട് ഉണ്ടാക്കുന്ന ചലനങ്ങൾ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ ഗതിയെ സ്വാധീനിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഷാഫി ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ഊർജമായി മാറുന്നത് അതുകൊണ്ടാണ്. കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ, അതിനപ്പുറം കണ്ണൂർ, ഈ മേഖലകളിലൊക്കെ വലിയ ചലനമാണിത് സൃഷ്ടിച്ചിരിക്കുന്നത്, വലിയ ഓളമാണ്. മധ്യ തിരുവിതാംകൂറിൽ പോലും അതൊരു വലിയ ചലനം സൃഷ്ടിക്കുന്നു. UDFന് പിഴച്ചത് കേരള കോൺഗ്രസ് എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇതിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയതാണ്. മുസ്ലിം ലീഗിൻ കേരള കോൺഗ്രസ് എം ഒരുമിച്ച് നിന്നിരുന്ന കാലഘട്ടത്തിൽ UDFലൊരു കമ്മ്യൂണൽ ബാലൻസിങ് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എം അതിൽ നിന്ന് പോയപ്പോൾ ആ ബാലൻസിങ് നഷ്ടപ്പെട്ടു. പിന്നീട് മധ്യ തിരുവിതാംകൂറിലൊരു ആൻറ്റി മുസ്ലിം വികാരം വളർന്നു വന്നു. അത് ഇതുകൊണ്ടാണ്, ബാലൻസ് തെറ്റിപ്പോയതുകൊണ്ടാണ്. പക്ഷെ അതിനെ കുറേയൊക്കെ കോപ്പപ്പ് ചെയ്യാൻ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഷാഫിക്ക് നേരെ നടന്നൊരു ആക്രമണം, അത് മധ്യ തിരുവിതാംകൂറിലും മതഭേദമന്യേ വലിയ വികാരം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ വടക്കൻ മലബാറിൻ്റെ ഈ വിഷയം കേരളത്തിൻ്റെ പൊതുവിഷയമായി ആളിക്കത്തി. CPMന് അട്ടിമുട്ടി പരാജയമാണ് ഈ സംഭവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം തുടക്കം മുതൽ ഷാഫിയെ അപമാനിച്ച രീതി, പരിഹസിച്ച രീതി, ആക്രമണത്തെ തള്ളിപ്പറഞ്ഞ രീതി, പോലീസിനെ ദുരുപയോഗം ചെയ്ത രീതി, ഒടുവിൽ ഈ പോലീസ് ചെന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്ത ഊരാക്കുടുക്കിലാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടുക അത്ര എളുപ്പമല്ല. പാർലമെൻറ്റ് പ്രിവിലേജ് കമ്മിറ്റിയുടെ മുന്നിൽ ചെന്നാൽ അവരെടുത്തിട്ട് എയറിലാക്കും. ഇതിൻ്റെ സത്യം കണ്ടെത്തുക തന്നെ ചെയ്യേണ്ടി വരും. കാരണം ഒരു പാർലമെൻറ്റ് അംഗത്തിന് ഇത്ര വലിയൊരു മാരകമായ ആക്രമണമേറ്റ് കേരള പോലീസിന് അത് തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ CBI ഏൽപ്പിക്കാൻ പറ്റും. കാരണം അത്ര രൂക്ഷമായ സംഭവമാണ് ഇത്, കൊലപാതക ശ്രമമാണ്. തീർച്ചയായിട്ടും ഇത് ഇപ്പം ഈ ഷാഫിക്ക് നേരെയുള്ള ഈ ഒരു അന്വേഷണം, ഈ ഒരു പ്രതിഷേധമൊക്കെ കെട്ടടങ്ങാതെ ഇരിക്കട്ടെ. സാധാരണ കോൺഗ്രസിൻ്റെ ഏതൊരു പ്രതിഷേധം കുറച്ചാൾ കഴിയുമ്പം അത് തണുത്തു പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഇത് തണുക്കാതിരുന്ന ഒരുപക്ഷെ അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിൽ കോൺഗ്രസിന് നിലനിർത്താൻ പറ്റുന്നൊരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധം അത് മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം ഇതാരാണ് എന്നുള്ളൊരു കണ്ടെത്തൽ ഒരുപക്ഷെ അത് കോൺഗ്രസ്സിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ. അത് അതേ സമയത്ത് CPMന് കൊടുക്കുന്ന നല്ലൊരു അടിയായിരിക്കും. മാത്രമല്ല അതിനപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ജനപ്രതിനിധിയാണ്, MP ആണ്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഇനി ഈ പറയുന്ന എല്ലാ വ്യക്തികൾക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്ന ആശയപരമായിട്ട് നമുക്ക് വിമർശിക്കാം. പക്ഷേ വാളെടുക്കുന്ന രീതിയൊക്കെ പണ്ട് കാലത്തെ അല്ലേ, അത് മാറി മറിക്കേണ്ട സമയം കഴിഞ്ഞു. നന്ദി സർ. നന്ദി, നമസ്കാരം.